ഓക്കെ, നമ്മളുടെ ഇനി 66ാമത്തെ സെഷനാണ്. ഈ സെഷനിൽ നമ്മൾ മോഷൻസിൽ ഉണ്ടാവുന്ന ഇൻട്രപ്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മൾ മീറ്റിങ്ങിൽ ഒരു മെമ്പർ മോഷൻ പ്രപ്പോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ, അത് പ്രപ്പോസ് ചെയ്ത് കഴിയുമ്പോൾ അതിന് ധാരാളം ഇൻട്രപ്ഷൻസ് വന്നേക്കാം. അപ്പോൾ അത് ഇൻട്രപ്ഷൻസ് വരുന്ന ഏതൊക്കെ രീതിയിലാണ് വരിക എന്നുള്ളതാണ്. 3 രീതിയിലാണ്. ഒന്ന് അമെൻമെൻറ്റ്സ് എന്നുള്ള രീതിയിൽ, പിന്നെ പോയിൻ്റ് ഓഫ് ഓർഡർ, പിന്നെ ഫോർമൽ ഓർ ഡെയിലിറ്ററി മോഷൻസ് എന്നുള്ള രീതിയിൽ. അമെൻമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു മെമ്പർ ഒരു മോഷൻ പ്രപ്പോസ് ചെയ്ത് കഴിയുമ്പോൾ മറ്റുള്ള പലരും എന്ത് ചെയ്യുന്നുണ്ടാവും, ആ മോഷൻസിൽ അമെൻമെൻറ്റ്സ് വേണ്ടി വരും എന്നുള്ള കാര്യം പറയുന്നുണ്ടാവും. അപ്പോൾ അതിൽ എന്തൊക്കെ രീതിയിലുള്ള അമെൻമെൻറ്റ്സ് ആണ്? പുതിയ പല വേർഡ്സും ആ മോഷൻസിൽ ആഡ് ചെയ്യാനായിട്ട് പറയുന്നുണ്ടാവും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേർഡ് മോഷനിലുള്ളത് റീപ്ലേസ് ചെയ്യാനോ, ഏതെങ്കിലും ഒരു വേർഡോ അല്ലെങ്കിൽ വേർഡ്സോ റീപ്ലേസ് ചെയ്യാനുള്ള അമെൻമെൻറ്റ്സ് വരാം. ഇനി ഏതെങ്കിലും വേർഡ്സ് ആ മോഷനിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാനുള്ള അമെൻമെൻറ്റ്സ് വരാം. പിന്നെ അതുപോലെ തന്നെ വേർഡിൻ്റെ പൊസിഷൻസ് അല്ലെങ്കിൽ ആ ലെറ്റേഴ്സിൻ്റെ ഫ്രേസസ് ചേഞ്ച് ചെയ്യാനായിട്ട് ഉള്ള അമെൻമെൻറ്റ്സ് വരാം. സോ ഇങ്ങനെ അമെൻമെൻറ്റ്സ് ആ മോഷന് വേണ്ടി പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ മീറ്റിങ്ങിൽ അതിന് കൺസിഡറബിൾ ആയിട്ടുള്ള വോട്ടിംഗ് ആ അമെൻമെൻറ്റിന് നോക്കുന്നുണ്ടാവും. അങ്ങനെ കൺസിഡറബിൾ വോട്ടിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ആ അമെൻമെൻറ്റ് ആ മോഷനിൽ ഉൾപ്പെടുത്തും. അതല്ല എന്നുണ്ടെങ്കിൽ ആ അമെൻമെൻറ്റ് ഡ്രോപ്പ് ചെയ്യും. ഇനി രണ്ടാമത് വരുന്നത് പോയിൻ്റ് ഓഫ് ഓർഡർ ആണ്. അതായത് ഇപ്പം ഒരു മെമ്പർ മോഷൻ പ്രപ്പോസ് ചെയ്ത് കഴിയുമ്പോൾ മറ്റുള്ളവർ അതിനെക്കുറിച്ചുള്ള ഡിബേറ്റുകൾ നടത്തുന്നുണ്ടാവും, ആ മോഷൻ ഒന്നുകൂടി റിഫൈൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഡിബേറ്റുകൾ നടന്ന് ഇൻ കേസ് ആ ഡിബേറ്റ് ഇങ്ങനെ നമ്മളുടെ സബ്ജക്റ്റ് മാറ്റർ വിട്ടു പോകുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഏതെങ്കിലും മെമ്പറിന് പോയിൻ്റ് ഓഫ് ഓർഡർ പറയാം. ആ പോയിൻ്റ് ഓഫ് ഓർഡറിൽ നമ്മളുടെ ആ മീറ്റിങ്ങിൻ്റെ ഇറഗുലാരിറ്റി സൂചിപ്പിച്ച് നമ്മൾ വീണ്ടും ആ പോയിന്റിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ടാണ് പോയിൻ്റ് ഓഫ് ഓർഡർ കൊടുക്കുന്നത്. അപ്പോൾ ഈ പോയിൻ്റ് ഓഫ് ഓർഡർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോഷൻ ഈ പറയുന്ന ജനറൽ ബോഡി മീറ്റിങ്ങിൽ ഡിസ്കഷന് വിധേയമാവുന്ന സമയത്ത് പലരും എന്ത് ചെയ്യുന്നുണ്ടാവും, അവരുടെ പേഴ്സണലായിട്ടുള്ള ഡിസ്കഷൻസ് നടത്തുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മളുടെ ഈ പറയുന്ന മോഷൻ്റെ സബ്ജക്റ്റ് മാറ്റർ വിട്ട് ഡിസ്കഷൻസ് വേറെ കാട് കയറി പോകുന്ന സമ്പ്രദായങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിൻ്റ് ഓഫ് ഓർഡറിൽ തിരിച്ച് ആ മോഷനിലേക്ക് തന്നെ ഡിസ്കഷൻ തിരിച്ചു കൊണ്ടുവരുന്നത്. ഇനി ഫോർമൽ മോഷൻ ഓർ ഡൈലേറ്ററി മോഷൻ എന്ന് പറയുന്നത് ഇത് ശരിക്കും ഒരു മോഷൻ്റെ ഒരു പ്രൊസീജിയർ തന്നെയാണ്. ഇത് നമ്മളുടെ ഈ പറയുന്ന ഇൻട്രപ്ഷൻസിനെ അതുപോലെ തന്നെ നമ്മളുടെ മോഷൻസ് ഡിലേ ആവുന്നതിനെ അതിന് വളരെ സ്പീഡപ്പ് ആവുന്നതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, സോ അത് 3 രീതിയിലാണ്. ഒന്ന് ക്ലോഷർ, പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ ഒരു ഇതും കൂടി ഉണ്ട്. അപ്പം ക്ലോഷറിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന മോഷൻ പ്രപ്പോസ് ചെയ്ത മെമ്പർ ഈ പറയുന്ന മോഷൻ മീറ്റിങ്ങിൽ ഒരുപാട് സമയം ഡിസ്കഷന് വിധേയമായി കഴിയുമ്പോൾ ആൾക്ക് തോന്നുകയാണ് ഇത്രയും സമയം ഡിസ്കഷന് കൊടുത്ത് മതിയാവുമെന്ന് വിചാരിക്കുമ്പോൾ ആ മെമ്പർ എന്ത് ചെയ്യും, ഇനി ഫർദർ ഡിസ്കഷന് നമ്മൾ മോഷന് വിധേയമാക്കേണ്ട, നമ്മളതിനെ വോട്ടിങ്ങിന് വിധേയമാക്കാം എന്നൊന്ന് പറഞ്ഞ് ഈ പറയുന്ന മോഷനെ കൺക്ലൂഡ് ചെയ്യുന്നതാണ്, ഡിസ്കഷന് ക്ലോസ് ചെയ്യുന്നതാണ് ക്ലോഷർ. ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം ഇപ്പോൾ ഒരു മെമ്പർ ഒരു മോഷൻ പ്രപ്പോസ് ചെയ്തു, അപ്പോൾ ബാക്കിയുള്ളവർ ആ മോഷൻ ഏറ്റെടുത്ത് അതിൽ പല വ്യതിയാനങ്ങൾ വരുത്തണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ മോഷനെ ഇങ്ങനെ പതുക്കെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആദ്യം മെമ്പർ പ്രപ്പോസ് ചെയ്ത ആ മോഷനിൽ നിന്നും വ്യതിയാനങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആദ്യത്തെ മോഷനാണ് പ്രസക്തി, ബാക്കിയുള്ളതിന് അത്ര പ്രസക്തിയില്ല. അപ്പോൾ തിരിച്ച് ആദ്യത്തെ അതേ മോഷനിലേക്ക് കൊണ്ടുവരുന്നതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ. അത് നമ്മളുടെ പ്രപ്പോസ് ചെയ്ത മെമ്പർ തന്നെയാണ് ആ ഒരു ഇതിലേക്ക് വരുന്നത്. ഇനി നമ്മൾ ഈ പറയുന്ന മോഷൻ ഒരു മെമ്പർ പ്രപ്പോസ് ചെയ്ത് അത് മീറ്റിങ്ങിൽ ഇങ്ങനെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് ഒരുപാട് സമയം ഡിസ്കഷന് വിധേയമായി, എന്നിട്ടും ഒരു തീരുമാനം ആയില്ല. പക്ഷേ നമ്മുടെ അജണ്ടയിൽ ഫർദർ ബിസിനസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫർദർ ബിസിനസ് കാര്യങ്ങൾക്കുള്ള സമയം കൊടുത്തുകൊണ്ട് അത് ഡിസ്കസ് ചെയ്ത ശേഷം വീണ്ടും ബാക്കി സമയം ഉണ്ടെങ്കിൽ നമ്മുടെ മോഷനിലേക്ക് തിരിച്ചു വരാനായിട്ട് നോക്കുന്നതാണ് നെക്സ്റ്റ് ബിസിനസ്. പിന്നെ റെഫർ ബാക്ക് ടു ദ കമ്മിറ്റി. സപ്പോസ് ഈ പറയുന്ന പ്രപ്പോസ് ചെയ്ത മോഷൻ നമ്മളുടെ ഈ ബോഡി മീറ്റിങ്ങിൽ ഡിസ്കഷന് വിധേയമായിട്ടും അതൊരു തീരുമാനത്തിലെത്തിയില്ലെങ്കിൽ അതിന് പിന്നീട് നമ്മൾ ആ ഒരു ബോഡി മീറ്റിങ്ങിലുള്ള മെമ്പേഴ്സിൻ്റെ തന്നെ ഒരു കമ്മിറ്റിയിലേക്ക് അത് വിധേയമാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അഡ്ജോയിൻമെൻറ്റ്, ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു മോഷൻ ഒരു മീറ്റിങ്ങിൽ പ്രപ്പോസ് ചെയ്തു, അത് ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനം എടുക്കാൻ പറ്റിയില്ല, അപ്പം അത് ഇനിയും കുറേ കാര്യങ്ങൾ അതിന് സംബന്ധിച്ച് ഡിസ്കഷൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മോഷൻ
ഇൻഫർമേഷനെ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ട, പിന്നീട് മതി എന്ന് പറഞ്ഞ് നെക്സ്റ്റ് മീറ്റിങ്ങിലേക്ക് അഡ്ജോയിൻ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ മോഷൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാനായിട്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കമ്പനി സെക്രട്ടറിയെ കുറിച്ചുള്ള കാര്യമാണ്. ആരാണ് കമ്പനി സെക്രട്ടറി? കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു പ്രിൻസിപ്പൽ ഓഫീസറാണ്, ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ സെക്രട്ടേറിയൽ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് എ ബിസിനസ് ആസ് പെർ പോളിസി ആൻഡ് ഇൻസ്ട്രക്ഷൻ ലെയ്ഡ് ബൈ ദ കമ്പനി ആക്ട് ആൻഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഒരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും കമ്പനി ആക്ട് പ്രകാരം ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റും അതുപോലെ സെക്രട്ടേറിയൽ ആയിട്ടുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കുന്ന ഒരു പ്രിൻസിപ്പൽ ഓഫീസറാണ് കമ്പനി സെക്രട്ടറി. ഈ സെക്രട്ടറി എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡ് സെക്രട്ടേറിയസ് എന്നുള്ളതിൽ നിന്നും വന്നിട്ടുള്ളതാണ്. അതിൻ്റെ അർത്ഥം നോട്ടറി അല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ ഓഫീസർ എന്നാണ്. ഓക്കെ, നമ്മളുടെ കമ്പനി ആക്ട് 1956 പ്രകാരം, അതുപോലെ കമ്പനി ആക്ട് 1988 അമെൻമെൻറ്റ് അനുസരിച്ച് ഒരു കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയിൽ നിന്നും ഉള്ള ഒരു മെമ്പർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം. ഓക്കെ, അദ്ദേഹത്തിന് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനി സെക്രട്ടറി അപ്പോയിൻറ്റ് ചെയ്യുന്നത് നമ്മളുടെ സെക്രട്ടറി അണ്ടർ ആക്ട് അനുസരിച്ചിട്ടുള്ള ഒരു മിനിസ്റ്റീരിയൽ അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഡിക്ഷണറി മീനിങ് ഓഫ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ വൺ എംപ്ലോയി to write and transact business for another or for a society or a company. അങ്ങനെയാണ് ഡിക്ഷണറി മീനിങ് വരുന്നത്. ഇനി നമ്മുടെ കമ്പനി ആക്ട് അനുസരിച്ച് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ആയിരിക്കണം. അതൊരു സംരംഭമോ അല്ലെങ്കിൽ ഒരു ബോഡി കോർപ്പറേറ്റോ ആവാൻ പാടില്ല. അദ്ദേഹത്തിന് പ്രിസ്ക്രൈബ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ആ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹി ഷുഡ് ബി എ മെമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം. ഈ പറയുന്ന സെക്രട്ടറി, company secretary, he will be performing the ministerial and administrative duties of a company. ഇനി സെക്രട്ടറീസ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇത് കമ്പനി ആക്റ്റിൽ ഒരുപാട് അമെൻമെൻറ്റ്സിന് വിധേയമായിട്ടുള്ളതാണ്. സെക്രട്ടറി ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ട് 1988 ആദ്യം ഒരു അമെൻമെൻറ്റ് ഉണ്ടായി. ഫൈനൽ അമെൻമെൻറ്റ് നമുക്ക് 2003 ഉണ്ടായിട്ടുള്ളത്. അതനുസരിച്ച് ഒരു കമ്പനിയിൽ അവരുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 2 കോടിയിലും കൂടുതലാണെങ്കിൽ അവർക്കൊരു ഹോൾ ടൈം സെക്രട്ടറിയെ, അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറി ഓഫ് ഇന്ത്യയിൽ നിന്നുമുള്ള ഒരു മെമ്പറിനെ അവർക്ക് ഹോൾ ടൈം സെക്രട്ടറി ആയിട്ട് നിയോഗിക്കാം. ഇനി ഒരു കമ്പനിക്ക് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 2 കോടിയിൽ കുറവാണെങ്കിൽ അവരെന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ കാണാം. അപ്പോൾ ഏതൊരു കമ്പനിക്കും അവരുടെ ഷെയർ ക്യാപിറ്റൽ ലെസ് ദാൻ 2 crores താഴെ വരുമ്പോൾ അവരുടെ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന വ്യക്തിക്ക് അഡീഷണൽ ആയിട്ടുള്ള കുറേ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കമ്പനി സെക്രട്ടറി ആയിട്ട് ആവാൻ പറ്റുള്ളൂ ആ കമ്പനിയുടെ. അതായത് അദ്ദേഹം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ന്യൂഡൽഹിയുടെ ഇൻ്റർമീഡിയറ്റ് എക്സാമിനേഷൻ പാസ് ചെയ്തിരിക്കണം, പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഇൻ കോമേഴ്സ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ് ഉണ്ടാവണം, അത് ഏതെങ്കിലും ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയുടെ ആയിരിക്കണം. പിന്നെ ഡിഗ്രി ഇൻ ലോ വേണ്ടി വരും, അത് ഏതെങ്കിലും ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയുടെ. അതുപോലെ തന്നെ മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം, മെമ്പർഷിപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയിലെ മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ മെമ്പർഷിപ്പ് ഉണ്ടാവണം. പിന്നെ ഈ പറയുന്ന PG ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ മാനേജ്മെൻറ്റ് സയൻസിൽ അത് ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് ചെയ്തതോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അഹമ്മദാബാദ്, കൊൽക്കത്ത, ബാംഗ്ലൂർ ഓർ ലക്നൗ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഡിഗ്രി ആയിരിക്കണം. പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ കമ്പനി സെക്രട്ടറിഷിപ്പ് അത് ഏതെങ്കിലും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ്യൽ പ്രാക്ടീസ് ന്യൂഡൽഹി അവർ പ്രൊവൈഡ് ചെയ്തതോ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കോർപ്പറേറ്റ് ലോ ആൻഡ് മാനേജ്മെൻറ്റ് ഗ്രാൻഡഡ് ബൈ ഇന്ത്യൻ ലോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭഗവാൻ ദാസ് റോഡ് ന്യൂഡൽഹി അവരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ കമ്പനി ലോ സെക്രട്ടറിയൽ പ്രാക്ടീസ് ഗ്രാൻഡഡ് ബൈ യൂണിവേഴ്സിറ്റി ഓഫ് ഉദയ്പൂർ അത് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. പിന്നെ മെമ്പർഷിപ്പ് ഓഫ് അസോസിയേഷൻ ഓഫ് സെക്രട്ടറീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് കൊൽക്കത്ത ഇതിൻ്റെ മെമ്പർഷിപ്പ് ഉണ്ടാവണം. അപ്പോൾ ഇത്രയൊക്കെ ക്വാളിഫിക്കേഷൻസ് ഉള്ളൊരു കമ്പനി സെക്രട്ടറിക്ക് മാത്രമേ ഷെയർ ക്യാപിറ്റൽ ലെസ് ദാൻ 2 crores ഉള്ള കമ്പനിയുടെ കമ്പനി സെക്രട്ടറി ആയിട്ട് ആവാൻ പറ്റുള്ളൂ.